നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. സാർ, ഈ കവർ സ്റ്റോറി എന്ന ഏഷ്യാനെറ്റിലെ ആ പരിപാടി, അതിൽ സിന്ധു സൂര്യകുമാറിന്റെ കുംഭമേളയ്ക്കെതിരായ പരാമർശം വലിയ രീതിയിൽ വിവാദമായി. ഒടുവിൽ ചാനൽ മുതലാളിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷെ അത് ഒരുപക്ഷെ ആ പോസ്റ്റ് അങ്ങനെ സിന്ധു സൂര്യകുമാറിനെ അല്ലെ എഡിറ്റോറിയൽ ബോർഡിനെയോ തിരുത്തുന്നതല്ല എന്നൊരു വാദം ഉയർന്നിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് ആ പോസ്റ്റിനെ നോക്കിക്കാണുന്നത്? പുള്ളിയുടെ അനുവാദത്തോടു കൂടി നടക്കുന്ന സംഭവം അതിൽ നമുക്ക് മനസ്സിലാവുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആള് ഇവിടുത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് ആവാൻ ഇപ്പൊ താർ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ മലയാളം വൃത്തിയായിട്ട് വർത്തമാനം പറയാൻ പോലും അറിയത്തില്ലാത്ത ആള് സംസ്ഥാന പ്രസിഡന്റ് ആവാൻ ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരാ സജീവമായിട്ട് കേൾക്കുന്നത്. അദ്ദേഹം മുതലാളി ആയിട്ടുള്ള ഒരു ചാനലാണല്ലോ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ. ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ എത്ര കാലം കൊണ്ട് ഹിന്ദു വിരുദ്ധതയും BJP വിരുദ്ധതയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനൽ പ്രവർത്തിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കട്ടെ. അതിനകത്ത് BJPക്ക് അനുകൂലമായിട്ട് പറയണമെന്നും ഹിന്ദുവിന് അനുകൂലമായിട്ട് പറയണമെന്നും പറഞ്ഞില്ല. ഏതിനകത്ത് കൊള്ളരുതായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കട്ടെ. കൊള്ളരുതായ്മ കണ്ടുപിടിച്ചത് ഹിന്ദുവിന്റെ മാത്രമാക്കും, കൊള്ളരുതായ്മ കണ്ടുപിടിച്ചത് BJPക്ക് മാത്രമാക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു ചാനലല്ലേ. അതിന്റെ മുതലാളി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾ എന്തുകൊണ്ട് അതിനെ തിരുത്തുന്നില്ല? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചാൽ, നമ്മൾ പറയുന്നുണ്ടല്ലോ പല ചാനലുകളും ഫണ്ട് മേടിച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചില വിഭാഗത്തിന് വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ പറയിപ്പിക്കുന്നു, അങ്ങനെ തോന്നുന്നു. ഇപ്പം അത് ദേശീയ ലെവലിലും ഇന്ത്യയിലെ രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ കണ്ടെത്തുന്നു, അങ്ങനെ നോട്ട് ചെയ്യുന്നതിന്റെ കൂട്ടം മനോരമയുണ്ട്. ആ രീതിയിലേക്ക് വരുന്ന ചാനലിനകത്ത് ഏഷ്യാനെറ്റും ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വാർത്തകൾ അല്ലെങ്കിൽ എടുക്കുന്നതിന് ഇതിനകത്ത് ആരെങ്കിലും ആ രീതിയിൽ പണം കൈപ്പറ്റുന്നോ എന്ന് സംശയിച്ചാൽ അതൊരു സംശയം മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല. കാരണം അതാണ് കാണുന്നത്. ഇപ്പം ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കുംഭമേള അതിന്റെ വഴിക്ക് പോയി. കുംഭമേള ഇവിടുത്തെ മലയാളം ചാനലുകൾ അതിനെ ചെറുതായിട്ട് ചൊറിയാൻ തുടങ്ങി. ദേശീയ രീതി ചൊറിയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ചൊറിച്ചിന് നിർത്തിപ്പോയി. ചൊറിഞ്ഞവനെല്ലാം വൃത്തിയായിട്ട് മനസ്സിലായി ഇത് അതിന്റെ മാന്യമായിട്ട് പോയി, അല്ലെങ്കിൽ ആരും അതിന് ആവശ്യമില്ലാത്ത ഒരു അവകാശവാദം കൊണ്ട് ഒരു BJP നേതാവും വന്നതായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ. അതൊരു ഇത് പറയുന്നത് പോലെ ഒരു ഉത്സവം പോലെ, ഒരു വലിയൊരു ആഘോഷം പോലെ കണ്ടെത്തുക. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക പ്രചരണം നമ്മൾ എങ്ങൊന്നും കണ്ടില്ല. രാജ്യത്തുടനീളമുള്ളവർ അംഗീകരിക്കുകയും രാജ്യത്തുടനീളം ചർച്ച ചെയ്യും, രാജ്യത്തുടനീളം പരിശോധിക്കുമ്പോൾ ലോകത്ത് ആർക്കും നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ജനബാഹുല്യമുള്ളതും ഇന്നലെയും ഇന്നും നാളെയും ഇതിനെ സമം വയ്ക്കാൻ പറ്റുന്ന ഒരു മേള എങ്ങും ഉണ്ടാവാത്ത ഒരവസ്ഥയിൽ അതിനെ ആരും പ്രൊമോട്ട് ചെയ്തില്ലല്ലോ. അയ്യോ BJP അത് ഉപയോഗപ്പെടുത്തും, കുംഭമേള എന്ന് പറയുന്നത് മോശമായ മേളയാണ്, BJP നാളെ കാലത്ത് ഇവിടെ വളർന്നു വലുതായി പോവും, അല്ലെങ്കിൽ അതിനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടെന്നൊക്കെ രീതിയിലും ചൊറിച്ചിൽ വരുമെന്നൊക്കെ രീതിയിലും ഒക്കെ ഈ സിന്ധു സൂര്യകുമാർ പറഞ്ഞതിനാ. സിന്ധു സൂര്യകുമാർ പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ, അല്ലെങ്കിൽ ആ പ്രത്യേക ഒരു മതവിഭാഗത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു വലിയ ആഘോഷത്തെ, ലോകം ഉറ്റുനോക്കുന്ന ഒരു ആഘോഷത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്തിന് മാധ്യമ പ്രവർത്തനം നടത്തി? അല്ലെങ്കിൽ അതിനെ പുച്ഛിച്ച് മാധ്യമ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ഇവിടെങ്കിലും എന്തെങ്കിലും തിരുത്തൽ വരുത്തേണ്ടതുണ്ട്? ഇത് ഏഷ്യാനെറ്റിന്റെ മുതലാളി ചോദിക്കണ്ടേ? അയാൾ നിരന്തരം ഇന്ത്യക്കകത്ത് വിഷയങ്ങൾ വരുമ്പോൾ അയാൾ വക്താവല്ലേ, BJPയുടെ ദേശീയ വക്താവ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ലോകത്തിന് ഉടനീളം ഇന്ത്യയുടെ വിഷയം വരുമ്പോൾ സംസാരിക്കുന്ന ആൾ, ഇന്ത്യയിലുടനീളം BJPക്കെതിരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും വിഷയം വരുമ്പോൾ സംസാരിക്കുന്ന ആൾ, ആ ആളാണോ കഴിഞ്ഞ പ്രാവശ്യം അയാളെ തോൽപ്പിച്ചത് ഈ ഏഷ്യാനെറ്റല്ലേ കഴിഞ്ഞ പ്രാവശ്യം? തിരുവനന്തപുരത്ത് ഈ പറയുന്നത് പോലെ BJP വോട്ടുകൾ മാറ്റി അല്ലെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ആൾക്കാരെ കൊണ്ടെങ്കിലും ആ രീതിയിൽ BJP മോശമാണ്, BJP മതേതര ജനാധിപത്യ സംവിധാനം ഉള്ള പാർട്ടി അല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണി ചെയ്ത 2022 ഏഷ്യാനെറ്റല്ലേ? അന്ന് പലവട്ടം, നമ്മുടെ ചാനൽ ഉൾപ്പെടെ പലവട്ടം പറഞ്ഞല്ലേ ഇത് തിരുത്തൽ വരുത്തണം, നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല, നിങ്ങൾ BJPയുടെ ഭാഗമാണ്, നിങ്ങളെ സമൂഹം കാശ് കാണും, വലിയ ബിസിനസ്സുകാരാണ്, ഒത്തിരിയും കാശുകാരും വലിയ ബിസിനസ്സുകാരും ഒക്കെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്, നിങ്ങളെ സമൂഹം അറിയാൻ തോന്നും. രാജീവ് ചന്ദ്രശേഖരന്റെ വ്യക്തിത്വത്തെ പുറത്തു കൊണ്ടുവന്നതും, അല്ലെങ്കിൽ BJPയുടെ MP എന്ന ആനുകൂല്യം ഏതാണ്ട് 5 തവണയാണോ 4 തവണയാണോ രാജ്യസഭയിൽ നിന്ന് കിട്ടിയ നിങ്ങൾക്കാണ്. നിങ്ങൾ കേന്ദ്രമന്ത്രിയാക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങളതൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാത്ത ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാവുന്നത്, നിങ്ങളുടെ ചാനലിനെ ഉപയോഗിച്ച് നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടതായിട്ട് കാണുന്ന, നിങ്ങളെ സംരക്ഷിച്ച, നിങ്ങൾ ഏറ്റവും സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് ആ ചാനൽ വളരെ കൃത്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചാനലിന്റെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഇടപെടത്തില്ല എന്ന് പറഞ്ഞു പോകുന്നത്
മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ചാനലിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് BJP വിമർശിക്കുന്നതിനും ഹിന്ദുത്വ വിമർശിക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ വിമർശിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണെന്ന് ആരെങ്കിലും ധരിച്ചാൽ തെറ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇത് ഒരു തെറ്റായ മെസ്സേജ് ആണ്. ഇന്നലെ ഫേസ്ബുക്കിലാണ് ഇട്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നതിന്റെ കാര്യം എന്തോ, ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നല്ലോ നാട്ടുകാരെ കാണിക്കാൻ. അപ്പൊ നാട്ടുകാരെ കാണിക്കുന്നതിനകത്തെന്തോ, അപ്പം ഞാൻ വീണ്ടും അദ്ദേഹത്തിന് എന്തൊക്കെയോ പരിവേഷമാണ്. അദ്ദേഹം ഈ പറയുന്നത് പോലെ ജനങ്ങൾക്കിടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയിരുന്നപ്പോൾ അദ്ദേഹം തോറ്റുപോയല്ലോ. ഇതുവരെ ജനങ്ങളല്ലല്ലോ പുള്ളിയെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് ഈ പറയുന്നത് പോലെ BJP ആക്കിയതാണ്. അപ്പം ഈ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അദ്ദേഹം ആരുടെയെങ്കിലും ആനുകൂല്യം, ഞാൻ ഒരുപക്ഷെ അങ്ങ് വിചാരിക്കുക പറയുന്നത് മുസ്ലിം ആനുകൂല്യം പുള്ളിക്ക് വേണമെന്ന്, മുസ്ലിം ആനുകൂല്യം വേണ്ടതിന് വേണ്ടി ഹിന്ദുവിനെ അങ്ങ് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹം ഫേസ്ബുക്ക് എന്നും തൊടാതെ സംസാരിച്ചത്. എന്നാൽ ആ ആനുകൂല്യം നിങ്ങൾ ഇപ്പൊ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ആനുകൂല്യം എങ്ങൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആ ആനുകൂല്യം ഈ പറയുന്ന പോലെ കിട്ടിയായിരുന്നെങ്കിൽ, തീരദേശത്ത് വോട്ട് കിട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ ജയിച്ചു പോയേനെ. അപ്പൊ നിങ്ങൾക്ക് അജണ്ട ഉണ്ടോന്ന് ഈ പറയുന്ന പോലെ നമ്മൾക്ക് തോന്നിയാലും നാട്ടുകാർക്ക് തോന്നിയാലും കുറ്റം പറയാൻ പറ്റത്തില്ല. BJP ഇദ്ദേഹത്തിനെതിരെയൊക്കെ നടപടിയെടുത്ത് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ പരസ്യമായിട്ട് ശാസന നടത്തണം. അത് BJPയുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ഇയാളും ഇവിടെ നിൽക്കുക BJP സംസ്ഥാന പ്രസിഡന്റ് ആവാൻ. അയാൾക്ക് ഒരു ചാനലിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് ഇരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് എഡിറ്റർ എടുത്ത് വൃത്തിയായിട്ട് വർത്താനം പറയാൻ ഒക്കുന്നില്ല. അതിനുള്ള നട്ടലില്ലെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഏതായാലും BJPയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ ചിലരെങ്കിലും നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അതിനെ വിമർശിക്കപ്പെടുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു നേതാവിന്റെ ചാനൽ തന്നെ ആ BJP എന്ന് പറയുന്ന സംവിധാനം പോട്ടെ, BJPക്കെതിരെ പറയുന്നതല്ല, ഇപ്പൊ ഹിന്ദു സംസ്കാരത്തിനെതിരെയല്ലേ പറയുന്നത്. BJP ചാനൽ അല്ലെങ്കിൽ ഇതിനെതിരെയല്ലേ പറയുന്നത്. അതിനെന്താ നിലയ്ക്ക് നിർത്താൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ ഇതിനകത്തൊരു അജണ്ട ഉണ്ടെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ കുറ്റം പറയാനൊക്കത്തില്ല. ഇത്തരത്തിലുള്ള നേതാക്കന്മാർ തന്നെയാണ് BJPയുടെ ശാപം. ഈ ശാപം പിടിച്ച ആൾക്കാര് വീണ്ടും ഇവിടുത്തെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ യോഗ്യമായ ഒരാൾ, സ്വന്തം ചാനലിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾ, ഹിന്ദുത്വത്തെ നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ BJPയെ കൃത്യമായിട്ട് അജണ്ട വെച്ച് മറ്റു ചാനലുകൾക്കൊപ്പം നിന്ന് മീഡിയ വണ്ണിന് സമമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചാനൽ. ഈ ചാനല് ബുദ്ധിജീവി ചാനലാണെന്ന് പറയണമെങ്കിൽ ഹിന്ദുത്വത്തെ പറയണം, BJPയെ പറയണം, അല്ലെങ്കിൽ പറയട്ടെ, ഇവർ ബാക്കിയുള്ളതിന്റെ കുറ്റം പറയേണ്ട, അതിനകത്തെ കൊള്ളരായ്മകൾ പറയട്ടെ. ബാക്കി മുസ്ലിമിനുണ്ടെ മുസ്ലിമിന് പറയട്ടെ, ക്രിസ്ത്യാനിക്കുണ്ടെ ക്രിസ്ത്യാനിക്ക് പറയട്ടെ. മീശ എന്ന് പറയുന്ന നോവലിന് ഹിന്ദുവിനെ അവഹേളിച്ചപ്പോൾ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് അതിന് അവാർഡ് കിട്ടി. മനോരമയ്ക്കകത്ത് ക്രിസ്ത്യാനിക്ക് വ്യക്തത വരുത്തി പറയുന്നില്ല, ക്രിസ്ത്യാനിക്കെതിരെ ഒരു കാർട്ടൂൺ പറഞ്ഞപ്പോ എന്തിനാ പിൻവലിച്ച്? അപ്പൊ അത് ഇത് നടക്കും, അതിന് അവാർഡ് കിട്ടും, ബുദ്ധിജീവിയാവും, ഹിന്ദുത്വത്തെ പറഞ്ഞാൽ ആ ഒരു സംസ്കാരത്തിലേക്ക് കേരളം പോകുന്നുണ്ട്, ആ ഒരു പ്രൊമോഷനിലേക്ക് കേരളം പോകുന്നുണ്ട്. അങ്ങനെ പറയുന്നവർ ബുദ്ധിജീവിയാണെന്ന് കേരളത്തിൽ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുക, സിന്ധു സൂര്യകുമാറും ചാനലും ഒക്കെ മനസ്സിലാക്കുക. അങ്ങനെ വിചാരിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാ CPM തിരുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസ് നാളെ തിരുത്തേണ്ടി വരും. ഇവിടെ ഹിന്ദു ഒരു വോട്ട് ബെൽറ്റും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ബഹുമാന്യരായ വലിയ വിദഗ്ധരെന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ അവർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് നാട്ടുകാർക്കും ഇവിടുത്തെ സാധാരണക്കാരനും ഒക്കെ മനസ്സിലാവുന്നുള്ളതുകൊണ്ട് വിചാരവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ കൊള്ളാം. ഈ പറയുന്ന വലിയ ബിസിനസ് ചെയ്ത് വലിയ കാര്യങ്ങളിൽ ഹിന്ദുത്വ വിരുദ്ധത കേരളത്തിൽ പടരുന്നുണ്ട്. പക്ഷേ ചേട്ടാ ഇപ്പം പറഞ്ഞ പോലെ അത് തിരുത്തപ്പെട്ടും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ടാം റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് എത്രയോ കാലങ്ങളായി 1-ാം സ്ഥാനത്താണല്ലേ. ഇടയ്ക്ക് എപ്പോഴൊക്കെയാണോ ഒന്ന് മാറിയത്? ശബരിമല സമയത്തും പിന്നെ കഴിഞ്ഞ വയനാട്ടിലെ ഒരു ഉരുൾപൊട്ടലിന്റെ സമയത്തൊക്കെ മാത്രം. അപ്പോ ചാനലിന്റെ ബിസിനസ് താല്പര്യങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന് ബിസിനസ്സുകാരന് മുന്നിൽ നിർത്തുന്നു, തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പുറകോട്ട് വയ്ക്കുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്നെ വിചാരിച്ചേ മതിയാകത്തുള്ളൂ. അദ്ദേഹത്തിന് എന്തോ താല്പര്യമുണ്ട്. അത് ഹിന്ദു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം നമ്മളിപ്പോ കാണുന്നത് എന്താണ്? അല്ലെങ്കിൽ ഹിന്ദുത്വക്കെതിരെ പറയുക, BJPക്കെതിരെ പറയുക. അത് താല്പര്യമുണ്ട്. നിയന്ത്രിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ ബിസിനസ്സിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അയാൾ ഇവിടുന്ന് പോയി വെളിയിൽ പോയി ബിസിനസ് ചെയ്ത് ഇത്രയും വലിയൊരു വ്യവസായ സംരംഭകനാകത്തില്ലല്ലോ. നമ്മളത് പുള്ളി അങ്ങ് പറഞ്ഞാൽ നമ്മൾ അങ്ങ് വിശ്വസിക്കുമോ? പുള്ളിക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല, ബിസിനസ്സിന് നിയന്ത്രിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ. അത് പുള്ളി എല്ലാവരും വിഡ്ഢിയാകുന്നു എന്നത് മനസ്സിലാക്കുക. പക്ഷെ എല്ലാരും വിഡ്ഢിയല്ല എന്ന് പുള്ളിയും മനസ്സിലാക്കും. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.